ക്രൈസ്തവ സമൂഹത്ത് എക്കാലത്തും പ്രഗത്ഭരായ ഉപദേശകന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ആദരണീയരായിരുന്നു. മഹാകവി KV സൈമൺ സാർ, KE എബ്രഹാം ഇങ്ങനെ തുടങ്ങുന്ന പട്ടികയിൽ ഇന്ന് ജനഹൃദയങ്ങളിൽ ഏറ്റവും സ്നേഹപ്രതിഷ്ഠ നേടിയ, തൻ്റേതായ ജീവിതശൈലി കൊണ്ടും ഭാഷാശൈലി കൊണ്ടും അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ച ബൈബിൾ പ്രഭാഷകൻ, വചനപഠിതാവ് സാജു ജോൺ മാത്യു ഇന്ന് നമ്മളോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമുക്കൊരു യാത്ര തുടരാം. അനേക നാളത്തെ ആഗ്രഹമായിരുന്നു പ്രിയ സാറിനെ ഒന്ന് കാണാനും മുഖാമുഖമായി സംസാരിക്കാനും. പ്രാരംഭത്തിൽ തന്നെ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്ന ഇങ്ങനൊരു അവസരം ലഭിച്ചതിന്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. സാറിൻ്റെ പഠന കാലഘട്ടവും പ്രാരംഭ നാളുകളിലുള്ള സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചും, അതുപോലെ കുറിയന്നൂർ ആ നാടുമായിട്ടുള്ള ബന്ധവും, കൂടാതെ തന്നെ മാതാപിതാക്കൾ, വിവാഹ ജീവിതം, ഇതൊക്കെ അല്പമായിട്ടൊന്ന് പറയാൻ കഴിയുമോ? ഞാൻ 12 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അത് ഞങ്ങളുടെ വീട്ടിൽ ചില സുവിശേഷകർ വന്നു, ഒരു 3 സുവിശേഷകർ. അവർ അന്ന് കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നവരാണ്. അവിടെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു പാസ്റ്റർ TC ഈശോ, ഒരു ടീച്ചറാണ്. അദ്ദേഹം കുറിയന്നൂർ വന്നൊരു പുതിയ പ്രവർത്തനം തുടങ്ങുകയാണ്. ബേസിക്കലി അദ്ദേഹം കുറിയന്നൂരുകാരനാണ്, പക്ഷേ അദ്ദേഹം വളർന്നതും ശുശ്രൂഷ ചെയ്തതുമൊക്കെ മലബാർ ഏരിയയിലാണ്. തൃശ്ശൂരും കോഴിക്കോടും ആ ഏരിയയിലൊക്കെ ആയിരുന്നു. അതിനുശേഷം സ്വന്തം നാട്ടിൽ വന്ന് സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം പൂവത്തൂർ IPC ചർച്ചിൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുകയും കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ വിദ്യാർത്ഥികളെ എല്ലാ വീക്കെൻഡ്സും, വെള്ളിയാഴ്ചകളിൽ അദ്ദേഹം 1, 2, 3 വിദ്യാർത്ഥികളെ വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് കുറിയന്നൂരിലുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങും. അങ്ങനെ അവർ കയറി ഇറങ്ങിയ കൂട്ടത്തിൽ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ കാണുന്നത്. കാര്യം കുറിയന്നൂർ അങ്ങനെ ഈ പെന്തിക്കോസ്തുകാർ ഇല്ല, കുറച്ച് ബ്രദറുകാരുണ്ട്. നമ്മുടെ MH നേസാറിൻ്റെ വീടൊക്കെ കുറിയന്നൂരാണ്. MH നേസാറിൻ്റെ സഹോദരൻ്റെ മകനാണ് ഈ TC ഈശോ എന്ന് പറഞ്ഞ പാസ്റ്റർ. അപ്പോൾ അവർ വന്ന് എന്നോട് സുവിശേഷം പറഞ്ഞു, ഒരു മീറ്റിങ്ങിന് വിളിച്ചു. അങ്ങനെ ഞാൻ ഒരു മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിൽ എനിക്ക് വലിയ പാപബോധമുണ്ടായി. കാര്യം ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ആളുകൾ, അതൊരു ഈ പാസ്റ്റർ TC ഈശോയുടെ വീടിൻ്റെ വരാന്തയാണ്, അല്ലാതെ വേറെ വലിയ ഹോളൊന്നുമല്ല, കസേരയൊന്നുമില്ല, എല്ലാവരും നിലത്താണ് ഇരിക്കുന്നത്. നിലത്ത് ഞാൻ മുട്ടുമടക്കി ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചുറ്റുമൊക്കെ നോക്കിയപ്പോൾ അവരെല്ലാം വലിയ വിശുദ്ധന്മാരും ഞാൻ ഒരുത്തൻ മാത്രം പാപിയും എന്നുള്ള വലിയൊരു പാപബോധം എനിക്കുണ്ടായിട്ട് ഞാൻ പുറത്തിറങ്ങി ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഒത്തിരി കരഞ്ഞു, മാറത്തളിച്ച്, ദൈവമേ ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു. ശരിക്കും ഞാൻ പറയാറുണ്ട്, ഇന്നും നമ്മുടെ സഭയിൽ അവിശ്വാസിയായ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പാപബോധം ഉണ്ടാകണം. പക്ഷേ ഇന്നിപ്പം അങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു, അവരുടെ പ്രസംഗം കേട്ടു. അവരോട്, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് നേരത്തെ വന്നവരോട് ഞാനിങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര സന്തോഷം? എനിക്കെന്താ സന്തോഷമില്ലാത്തത്? അവർ പറഞ്ഞ്, ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ മോൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നു. ഞാൻ ചെറുപ്പത്തിലേ നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഒത്തിരി ഹാർഡായിട്ടുള്ള പുസ്തകങ്ങൾ തന്നെ അന്നും വായിക്കുമായിരുന്നു. വായിക്കുന്ന കണ്ടല്ലോ മോൻ, ആ സീലോടുകൂടെ ബൈബിൾ വായിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങനെ വായിക്കാറില്ല. അങ്ങനെ വായിക്കുക. അങ്ങനെ ആകുമ്പം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് മോന് മനസ്സിലാകും, മോനും സന്തോഷം അനുഭവിക്കാൻ കഴിയും എന്നോടിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് രാത്രി ചെന്ന് അന്ന് തൊട്ട് തുടർമാനമായി ബൈബിൾ വായിക്കാൻ തുടങ്ങി, കണ്ടിന്യൂസ് ആയിട്ട്. എൻ്റെ വീട്ടുകാർ ശരിക്കും പേടിച്ചു പോയി. കാര്യം 12 വയസ്സുള്ള ചെറുക്കൻ 24 മണിക്കൂർ ബൈബിൾ വായിക്കുന്ന ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെന്തോ ഭ്രാന്ത് പിടിച്ചു പോയി എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെയാണോ ആ രക്ഷാനിർണയത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യം? ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ, റസൂൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന പാസ്റ്റർ ഗ്ലാഡ്സൺ കാരോട്ട്, അദ്ദേഹം എന്നോടിങ്ങനെ പറഞ്ഞു, സാറിൻ്റെ 12ാമത്തെ, സാർ നല്ല വായനാശീലം പറഞ്ഞതുപോലെ നല്ല വായനാശീലമാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെയാണോ 12ാം വയസ്സിൽ മരുപ്പച്ച എന്ന് പറഞ്ഞൊരു ജേണൽ പുറത്തിറക്കുകയും അത് അനേക ആയിരങ്ങൾക്ക് സുവിശേഷത്തിന് ഉതകുന്ന രക്ഷയുടെ അനുഭവം
അനേകർക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലൊരു മരുപ്പച്ച എന്ന് പറയുന്ന ഒരു പുസ്തകം? അതെനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ്. 16 വയസ്സുള്ളപ്പോൾ. 16 വയസ്സ് കഴിഞ്ഞു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 17ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞു. പക്ഷെ 16 കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഈ പാസ്റ്റർ TC ഈശോ എന്നെ ഒത്തിരി ഇൻവോൾവ് ചെയ്യിച്ചു. അദ്ദേഹം ഒരു പരസ്യയോഗ അങ്ങ് ഒത്തിരി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ തലയ്ക്ക് പിടിച്ച ഒരാളാണെന്ന് പറയാം. അങ്ങനെ പരസ്യയോഗങ്ങൾക്കൊക്കെ എന്നെ കൊണ്ടുപോകും. എന്നെ തന്നെയല്ല, ഞങ്ങളെ കുടിയന്നൂർ സഭയിൽ വന്ന വിശ്വാസികളായ ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുപോകും. ഞങ്ങളൊക്കെ പരസ്യയോഗത്തിന് പ്രസംഗിക്കും. എന്നോടും പറയും, നീ പ്രസംഗിക്കുക മോനെ എന്ന് പറയും. അതുപോലെ 6-7 മിനി കൺവെൻഷൻസ് നടത്തും. അന്ന് വലിയ ചിലവൊന്നും ഇല്ലാതെ നോർമൽ മൈക്കും പാട്ടുകാരൊക്കെ ഞങ്ങൾ തന്നെ, അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ കൺവെൻഷൻസ് അവിടെയും എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും ചെയ്യും അദ്ദേഹം. അപ്പോൾ ചെറിയ പ്രായത്തിലെ ഞാൻ അങ്ങനെ ആ ഒരു സുവിശേഷ താല്പര്യത്തിലേക്ക് വന്നു. അതിനുശേഷം അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, 15 വയസ്സ് കഴിയുമ്പം കോളേജിൽ പോകുമല്ലോ. 15 വയസ്സിൽ ഞാൻ കോളേജിൽ ചെന്നു. ചങ്ങനാശ്ശേരി SB കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടെ വിശ്വാസികളെ അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. ഞാനവിടെ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഹോസ്റ്റലിലാണെങ്കിലും നോൺ കാത്തലിക്സ് അവർക്ക് വേണ്ടി ഒരു പ്രെയർ ഉണ്ട്. അത് ഞാൻ ചെന്നതിന് ശേഷം ഞാനത് ഏറ്റെടുത്ത് നടത്തുകയും, പിന്നെ ഹോസ്റ്റലിൽ ഇരുന്നാണോ ആ ഹോസ്റ്റൽ അനുഭവത്തിൽ വന്നപ്പോഴാണോ സുവിശേഷത്തെക്കുറിച്ചുള്ള ആ ഒരു മരുപ്പച്ച എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്? അല്ല, അതിനുശേഷം അതായത് ഹോസ്റ്റലിലുള്ളപ്പോഴാണ്, ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. പക്ഷേ എഴുതാനുള്ളൊരു താല്പര്യം എനിക്കും ഞങ്ങളുടെ കുടിയന്നൂർ ചർച്ചിൻ്റെ അന്ന് PYP ഒക്കെ ഉണ്ടല്ലോ, PYPയുടെ കെയർ ഓഫിൽ, PYP എന്ന് പറഞ്ഞാൽ തുടങ്ങിയതേ ഉള്ളൂ, എല്ലാം ഞങ്ങൾ തന്നെയൊക്കെ തന്നെ. ഞങ്ങൾ ദിവ്യ ജ്യോതിസ് എന്ന് പറഞ്ഞ് ഒരു കയ്യെഴുത്ത് മാസിക തുടങ്ങിയിരുന്നു. അപ്പം ഈ കയ്യെഴുത്ത് മാസിക കണ്ട പല ആളുകളും, അന്ന് പാസ്റ്റർ KC ജോൺ ഉൾപ്പെടെ, അദ്ദേഹമൊക്കെ ഞാനുമായിട്ട് അന്നേ ഉള്ള പരിചയമാണ്. അദ്ദേഹം ഇത് കണ്ടിട്ട് പറഞ്ഞു, സാജു ഇത് ഒരു പ്രിൻ്റഡ് മാഗസിനേക്കാൾ സ്റ്റാൻഡേർഡുള്ള ഒരു മാസികയാണല്ലോ എന്നിങ്ങനെ പറയുകയുണ്ടായി. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് ഈ മാസിക പ്രിൻ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഈ മാസിക തുടങ്ങാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനത് അന്ന് ഞങ്ങളുടെ യങ്ങായിട്ടുള്ള 2 പാസ്റ്റർമാരുണ്ട്, പിന്നെ പാസ്റ്റർ TC ഈശോ ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പം ആദ്യം അവർ പറഞ്ഞു, മോനെ ഒരു പുസ്തകം എഴുതുന്നത് പോലെ പോലും അല്ല, മാസിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഉത്തരവാദിത്തമാണ്. പിന്നെ എല്ലാ മാസവും അത് ഇറക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വേണം. എന്നാൽ ഞാൻ പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കും, അതൊന്നും എനിക്കറിയില്ല. കാര്യം എന്നെക്കാളും അവർക്കാണല്ലോ കുറച്ചുകൂടെ അറിയാവുന്നത്. അന്ന് ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ KS ജോസഫാണ് കർണാടകയിൽ, അന്ന് ഞങ്ങളുടെ പാസ്റ്റർ. പിന്നെ P. ചെറിയാൻ, അദ്ദേഹം ഇപ്പം അമേരിക്കയിൽ ഫിലദൽഫിയയിലുണ്ട്, അദ്ദേഹം പാസ്റ്ററാണ്. അപ്പം പാസ്റ്റർ KS ജോസഫ് അന്നും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്, സിയോൻ കാഹളത്തിൽ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്കങ്ങനത്തെ ഒരു ഇതില്ല, പക്ഷേ ഞാൻ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. സെക്യുലർ മാസികയ്ക്ക് പോലും അന്ന് ഞാൻ ഈ ചെറിയ ആർട്ടിക്കിൾസൊക്കെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ TC ഈശോ പാസ്റ്ററോടും ഇവരോട് ഞാൻ പറഞ്ഞു, എനിക്കിതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഇത് തുടങ്ങാൻ ഞാൻ നിർബന്ധമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ TC ഈശോ എന്നോട് പറഞ്ഞു, മോനെ ദൈവം പറഞ്ഞാൽ നമ്മളത് ചെയ്യും. 16 വയസ്സുള്ള ഒരു ചെറുക്കൻ പറഞ്ഞത് അദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്തു. എനിക്ക് ഇന്ന് ഞാൻ ചിലപ്പോൾ 16 വയസ്സുള്ള ഒരാൾ പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്നറിയില്ല. അങ്ങനെയാണ് നമ്മൾ മരുപ്പച്ച തുടങ്ങുന്നത്. എൻ്റെ ഫസ്റ്റ് ഇഷ്യൂ ഞാൻ. അപ്പോൾ ആ ഒരു മരുപ്പച്ചയൊക്കെ എഴുതിനോടാണോ ജേർണലിസം എന്നൊരു പഠനത്തിലേക്ക് കൂടെ വന്നത്? ജേർണലിസം എടുത്തു അത് പിന്നീട്, പിന്നെ ഞാൻ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ പഠിക്കുകയായിരുന്നു.
ഓക്കെ. അപ്പോൾ ഇത് ഞാൻ 12th പഠിക്കുമ്പോഴാണ്, അതായത് എനിക്ക് 17 വയസ്സ് തികഞ്ഞിട്ടില്ല. 15 വയസ്സ് 14-15 വയസ്സ് ആ സമയം അല്ല 16 വയസ്സ് 17 വയസ്സ് ആ സമയം, ആ സമയത്തേക്കാണ്. അപ്പം ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, അപ്പോൾ അന്ന് മുതലേ യുവാക്കളുടെ ഇടയിലൊക്കെ വളരെയധികം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ കൈത്താങ്ങിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് യുവാക്കളുടെ ഇടയിലൊക്കെ ഒത്തിരി പ്രവർത്തിക്കാനും അവരുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള താല്പര്യം സാറിന് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉണ്ട്. അങ്ങനെ വന്നതാണോ ICPF-ലൊക്കെ അതായത് ചെയ്തത്? ഞാൻ ഇതിപ്പോൾ പറയുന്നത് 1979 കാര്യമാണ് ഞാനീ പറയുന്നത്. ഞങ്ങൾ മാസിക തുടങ്ങുന്നത് 79-ലാണ്. 79-ല് അല്ല, 79-ലാണ് പ്രിന്റഡ് മാഗസിൻ തുടങ്ങുന്നത്. 80-ലാണ് ICPF തുടങ്ങുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ICPF അതിൻ്റെ ലീഡേഴ്സും എന്നോട് ഭയങ്കര സ്നേഹവും കരുതലും ഉണ്ടായിരുന്നതുകൊണ്ട് ഈ മാസിക അവരങ്ങ് ഒത്തിരി പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ICPF-ൻ്റെ പിള്ളേരെല്ലാം ഈ മാസിക വായിക്കാൻ തുടങ്ങി. അങ്ങനെ അന്നത്തെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഒരു മാസികയായിട്ട് അത് വളർന്നു. അന്നൊക്കെ 1000 കോപ്പി, 1500 കോപ്പി, 2000 കോപ്പിയൊക്കെയാണ് ഒരു മാസിക ഉണ്ടെങ്കിൽ തന്നെ. അങ്ങനെ അധികം മാസികകളൊന്നും ഇല്ല. പക്ഷേ നമുക്ക് 4000 കോപ്പി വരെ സർക്കുലേഷൻ അന്നുണ്ടായി. അപ്പോൾ അത് പ്രധാനമായും ICPF-ലൂടെ അല്ലെങ്കിൽ യുവാക്കളാണ് അത് കൂടുതലും വായിച്ചത്. പിന്നെ സഭകളും എല്ലാവരും വളരെ കാര്യം. അന്ന് വേറെ മാസികകളും അങ്ങനെ ഇല്ല. ഗുഡ് ന്യൂസ് ഒന്ന് തുടങ്ങി, ഗുഡ് ന്യൂസേ ഉള്ളൂ എന്നുള്ള ഒരു മാസിക എന്ന് പറയാൻ പ്രധാനമായത്. പിന്നെ സിയോൻ കാലമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചർച്ചിൻ്റെ മാസികകളുണ്ട്, സഭാ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അല്ലാതെ ഉള്ള പ്രസിദ്ധീകരണങ്ങൾ വളരെ ചുരുക്കമായിരുന്ന ഒരു കാലയളവാണ്. ഉണ്ട്, 1-2 ഉണ്ട്. ഉദയനക്ഷത്രം അതുപോലുള്ള മാസികകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ പറയുന്നതായിട്ട് കേട്ടു. യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ടെംപ്റ്റേഷൻസ്, റാഗിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ യുവാക്കൾക്ക് ഇങ്ങനെയുള്ള ഒത്തിരി ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങൾ അവരെ കമ്പൽ ചെയ്യുക, ഫോഴ്സ്ഫുള്ളിയൊക്കെ ചെയ്യുക. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ യുവാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന നല്ല നല്ല ലളിതമായ ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു മെസ്സേജിൽ കേട്ടതാണ്. എനിക്ക് തോന്നുന്നു US-ൽ എവിടെയോ ഏതോ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിന് പറയുന്നതാണ്. അപ്പോൾ ആ സമയത്ത് സാറിൻ്റെ മകൾ ശ്രുതിയുടെ ചെറുപ്പകാലമൊക്കെ പറയുന്നത് കേട്ടു. കൊലോസ്യയിലെ 3-ാം അധ്യായത്തിൽ നിന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് സിസ്റ്റർ അതിനെ ഡിഫൈൻ ചെയ്ത് കൊടുത്തതായിട്ട്. അപ്പം ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളിയായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന യങ്സ്റ്റേഴ്സിനായിട്ട് സാറിൻ്റെ അനുഭവം വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ് കൊടുക്കാൻ പറ്റുന്നത്? അതായത് ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന 2 പാസ്റ്റർമാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പാസ്റ്റർ TC ഈശോ ഉണ്ട്, അതുകൂടാതെ 2 യങ് പാസ്റ്റേഴ്സ് ഉണ്ട്, ചെറിയാൻ KS ജോസഫ്. ഇവർ രണ്ടുമാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അവർക്ക് ഉള്ള ഒരു പ്രത്യേകത, വളരെ യങ് ആയിരുന്നിട്ടും അവരെന്നെ കൺസിഡർ ചെയ്തു. തന്നെയല്ല, ആ ആത്മീയത എൻ്റെ ഉള്ളിൽ വന്നു. പിന്നെ ഞാൻ സ്നാനമേറ്റു. അത് വീട്ടിലറിയാതെ പോയി സ്നാനപ്പെട്ടതൊക്കെ. അത് ശരി. പിന്നെ അതിന് എന്തെങ്കിലും പിന്നീട് അതിൻ്റെ കോൺസിക്വൻസ് ഇല്ല. എൻ്റെ ഫാദർ എന്നെ തല്ലുകയും അടിക്കുകയും പുറത്താക്കാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ സ്നാനമേറ്റു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തൊന്നുമില്ല, ഇനിയിപ്പം അവൻ്റെ ഇഷ്ടത്തിന് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം സ്നാനമേറ്റത് ഒരനുഗ്രഹമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിലോട്ട് കയറുന്നത്, അന്ന് എനിക്ക് 16 വയസ്സ് തികഞ്ഞിട്ടില്ല. 15 വയസ്സ് കഴിഞ്ഞപ്പോൾ, പണ്ട് 15 വയസ്സാകുമ്പോൾ തന്നെ 10 പാസ്സാകുമല്ലോ. 10 പാസ്സായി കഴിഞ്ഞ നേരെ ഞാൻ കോളേജിൽ ചെന്നു. റാഗിങ് അന്ന് 1977-ലാണ് ഞാൻ കോളേജിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ റാഗിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോളേജും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നൊരു കാര്യമാണ്. കാര്യം ഈ ഗ്രാമത്തിലൊക്കെ വളർന്ന പിള്ളേരെ ഒന്ന് എക്സ്പോസ്ഡ് ആകാനായിട്ട്. അപ്പോൾ ഇവർ എന്നോട് ഒത്തിരി കാര്യങ്ങൾ, അവിടെ ഇരിയട, എവിടെ ഇരിക്കണ്ടേ, കസേര ഉണ്ടെന്നും വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ഞാനെല്ലാം അനുസരിച്ചു. പക്ഷേ അവരെന്നോട് സിഗരറ്റ് വലിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താണ് 15 വയസ്സുള്ള ഒരു ചെറുക്കനോട് സിഗരറ്റ് വലിക്കാൻ പറഞ്ഞാൽ
സന്തോഷത്തോടെ വലിക്കുമെന്ന് അവർ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ദർ ആർ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ഡു, ദർ ആർ തിങ്സ് ദാറ്റ് ഐ ക്യാൻ നോട്ട് ഡു, ബിക്കോസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. അപ്പോൾ ഞാൻ ആ ടെംപ്റ്റേഷൻസിൽ ഞാൻ വിജയിക്കാൻ കാരണം ഞാൻ ആരാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം, ആ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യമാണ് ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ദാനിയേലിൻ്റെ ചരിത്രം വെച്ച് ഞാൻ എപ്പോഴും അത് പ്രസംഗിക്കാറുണ്ട്. ഡാനിയൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഡാനിയൽ റിസോൾവ്ഡ് ദാറ്റ് ഹി വിൽ നോട്ട് റിഫൈൽ ഹിംസെൽഫ് വിത്ത് ദ ഫുഡ് ദാറ്റ് ഇസ് സെർവ്ഡ് ഓൺ ദ കിങ്സ് ടേബിൾ ആൻഡ് ദ വൈൻ ദാറ്റ് ഹി ഡ്രിങ്ക്സ്. രാജാവിൻ്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചു. റിസോൾവ് എന്ന ഒരു റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്താലും മാറ്റത്തില്ലെന്ന് പറയുന്നതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ദൈവം സഹായിച്ചാൽ പറ്റിയാൽ എന്നൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ കാരണം ഈ ഡാനിയേൽ, ഹനനയ, മിശായേൽ, അസറിയ ഇവർ അവരുടെ വീട്ടിൽ വളർന്നപ്പോൾ അവരാരാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. അവരിപ്പോൾ ബാബിലോണിലായിരിക്കും, പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ബാബിലോണിയരല്ല, ഞങ്ങൾ ഇസ്രായേലിയരാണ്, ഞങ്ങളുടെ ദൈവം യഹോവയാണ്, ആ യഹോവയ്ക്ക് യോജിക്കുന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ചെയ്യുകയില്ല എന്നുള്ള ആ പൂർണ്ണമായ ആ അണ്ടർസ്റ്റാൻഡിങ് അവർക്കുണ്ട്. അത് ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ആണ് ശരിക്കും ഉണ്ടാകേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് നമ്മളാരാണെന്നുള്ളൊരു ബോധ്യം. അപ്പം ഞാനതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ ഫിലിപ്പ് രാജാവിൻ്റെ മകനായിട്ട് വളരുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഈ സ്ട്രീറ്റ് ബോയ്സുമായിട്ട് ഇവനങ്ങ് കൂട്ടുകൂടി അങ്ങ് വല്ലാത്ത ഒരു അവസ്ഥയിലായി. ചീത്ത വിളിക്കുകയും മറ്റുള്ള രീതിയിലുള്ള എല്ലാം. ഫിലിപ്പ് രാജകുമാരൻ വിളിച്ചിട്ട് തല്ലുകയും അടിക്കുമൊന്നുമല്ല ചെയ്തത്. ഫിലിപ്പ് രാജകുമാരൻ പറഞ്ഞു, മോനെ നീ ആരുടെ കൂടെ നടന്നാലും അപ്പോഴെല്ലാം നീ ഓർത്തോണം, 1 നീ ആരാണ്, 2 നീ ആരാകാനുള്ളവനാണ്. നീ രാജകുമാരനാണ്, ഫിലിപ്പ് രാജാവിൻ്റെ മകനാണ്. 1 നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശ്യം, എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നീ ലോക ജേതാവാകണമെന്നാണ്. ഇവിടെ ഈ പിള്ളേരോട് നീ നിൻ്റെ ലൈഫ് കളയരുത് എന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ കാര്യം അലക്സാണ്ടറെ അങ്ങ് ബാധിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചെന്നാണ് പറയുന്നത്. ആ 2 ചോദ്യം, 1 ഞാൻ ആരാണ്, 2 ഞാൻ ആരാകാനുള്ളവനാണ്. ഈ 2 ബോധ്യങ്ങൾ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ടെംപ്റ്റേഷൻസിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ മറ്റൊരു കാര്യവും ഞാൻ പറയാറുണ്ട്, ടെംപ്റ്റേഷൻസ് വരുമ്പോൾ ടെംപ്റ്റേഷൻസിലേക്ക് ആളുകളെല്ലാം ചോദിക്കും. ഇപ്പം ഞാനും ആഫ്രിക്കയിലാണല്ലോ കൂടുതൽ സമയം. ആഫ്രിക്കയിൽ ഞാനായിരിക്കുമ്പം യങ്സ്റ്റേഴ്സിനിടയ്ക്കൊക്കെ ക്ലാസ് എടുക്കുമ്പം അവരിങ്ങനെ പറയും, ആൻ ഓൾഡ് മാൻ ഫ്രം ഇന്ത്യ ഹി കെയിം വിത്ത് വൈറ്റ് മുസ്റ്റാക്ക്. അപ്പം അയാൾക്ക് എന്തോ ആ യങ് ലൈഫിനെ കുറിച്ച് അറിയാവുന്നത്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ യങ് ലൈഫിൽ കൂടെ തന്നെയൊക്കെ വന്നത്. നിങ്ങൾ വന്നതുപോലെ ഞാൻ ജനിച്ചപ്പോഴേ നരച്ച മീശയുമായിട്ടൊന്നും അല്ല വന്നത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ആ ജീസസ് മിഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അപ്പം ഇപ്പം യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞ ആ യങ്സ്റ്റേഴ്സിൻ്റെ ആ പ്രചോദനമാണോ OMS നയിച്ചത്? അല്ല, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ICPF തുടങ്ങുന്നത്. ICPF മാത്യു പി തോമസ് സാറും അതുപോലുള്ള പ്രഗത്ഭരായ അവരൊക്കെ വിശുദ്ധരായ ആളുകളായിരുന്നേ. അപ്പം അവരുമായിട്ടുള്ള സഹകരണം എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഡോക്ടർ മുരളി, അന്നത്തെ ലീഡേഴ്സിൽ ഒത്തിരി പേരുണ്ട്, രാജീവ് അഭിനേസർ ഒക്കെ അന്ന് ലീഡർഷിപ്പിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെന്നെ ഒത്തിരി സ്വാധീനിക്കുകയും ഞാൻ ഒരു സുവിശേഷകനായിട്ട് കോളേജുകളിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് എൻ്റെ പിന്നീട് ICPF വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തു. ഞാൻ കോളേജിൽ ചെല്ലുമ്പോൾ ICPF ഇല്ല, അതിന് ശേഷമാണ്. പക്ഷേ പിന്നീട് അന്ന് ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഓർഗനൈസേഷൻ അല്ലാതെ തന്നെ ഞാനിവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അവിടെ ഉള്ളവരോട് പറഞ്ഞു, ഞങ്ങളൊരു ഓർഗനൈസേഷൻ തുടങ്ങി ICPF എന്ന്, അതുകൊണ്ട് ഇനിയുള്ള പ്രെയർ ICPFൻ്റെ പേരിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ SBയിലാണെങ്കിലും. പക്ഷേ അന്ന് വന്നുകൊണ്ടിരുന്നവരൊക്കെ പിന്നെയും അത് സഹകരിച്ച് തന്നെ പോവുകയും എല്ലാം ചെയ്തു. അതുകൂടാതെ ഞാൻ ICPF പലയിടത്ത് മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോഴൊക്കെ അവർ
ഞാനൊരു സ്റ്റുഡൻ്റാണ് എന്ന് പറഞ്ഞാലും അവരെന്നെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് എല്ലായിടത്തും വിളിക്കുകയും ഞാനങ്ങനെ കോളേജുകളിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനിടയ്ക്ക് നല്ലൊരു മിനിസ്ട്രി കർത്താവ് തന്നു. അതിനുശേഷം ICPF-ആയിട്ടുള്ള റിലേഷനിൽ വളരെ എനിക്ക് മുന്നേറാനായിട്ട് കർത്താവ് സഹായിച്ചു. OIM-ഉമായിട്ടും എനിക്ക് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. OIM-ൻ്റെ കേരളത്തിൻ്റെ അന്നത്തെ ഡയറക്ടർ ഫിലിപ്പ് അഗസ്റ്റിച്ചായനും ഓമനമാമയും അവരൊക്കെ എന്നെ ഈ പറഞ്ഞതുപോലെ അവരെക്കാളൊക്കെ ഒത്തിരി ഇളയതാണ് ഞാൻ, എന്നാലും നമ്മളെ ഒരു സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എല്ലാം കൊണ്ടുപോയി. അപ്പം OIM-ൻ്റെ ടീം, അപ്പോൾ അന്ന് ഞാൻ കോളേജിൽ നിന്ന് കഴിഞ്ഞു. OIM-ൻ്റെ ടീമിന് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അഗസ്റ്റിച്ചാൻ എന്നെ വിളിച്ചിട്ട് പറയും, എടാ മോനെ നമ്മുടെ ടീം ഫ്രീയാണ്, നീ കൊണ്ടുപോകുന്നോ? അപ്പോൾ ഞാൻ അവിടെ വിളിച്ചുകൊണ്ട് തിരുവല്ലായിലോ ചങ്ങനാശ്ശേരിയിലോ അവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം എവിടെയെങ്കിലും റൂമല്ല വീടെടുത്ത് താമസിപ്പിച്ച് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അവരുടെ കൂടെയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് പിന്നെ ഡൂലോസ് ഇന്ത്യയിൽ വരുന്ന സമയം വന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോനെ ആരെങ്കിലും ഡൂലോസിൽ പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നീ പറ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പേ തന്നെ OIM-ഉമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുകയും അവരുടെ ലീഡേഴ്സുമായിട്ടെല്ലാം എനിക്ക് നല്ല ബന്ധമുണ്ട്. ഒരു OIM-ൻ്റെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് ഇതുവരെ അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം, അല്ലെങ്കിൽ ആരും ലക്ഷ്യങ്കിലേക്ക് വന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ ഉണ്ടായ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം, അല്ലെങ്കിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലേ, ഇപ്പോൾ OIM-ൻ്റെ ടീം ഒരിക്കൽ ഞാൻ തിരുവല്ലായിൽ അവിടെ ഗേൾസ് ടീം ഉണ്ടായിരുന്നു, ബോയ്സ് ടീമും ഉണ്ടായിരുന്നു. തിരുവല്ലായിൽ ഗേൾസ് ടീമിനെ ഞാനൊരു വീട്ടിൽ സേഫായിട്ടുള്ള സ്ഥലമൊക്കെ വേണമല്ലോ, അതല്ല തീർച്ചയായിട്ടും അതെല്ലാം താമസിപ്പിച്ചു. അങ്ങനെ അവിടെ തിരുവല്ലായിൽ അന്ന് IPC-യിലെ ഒരു പ്രവർത്തനം പുതുതായിട്ട് പാസ്റ്റർ അലക്സ് ഞാനും കൂടെ ചേർന്നാണ് ഞങ്ങൾ രണ്ടും കൂടെ അവിടെ തുടങ്ങിയത്, തിരുവല്ല ടൗൺ ചർച്ച് എന്ന് പറഞ്ഞത് അതിൻ്റെ തുടക്കം. അപ്പോൾ തിരുവല്ലായിലെ മുഴുവൻ വീടുകളും കയറി ഇറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ തന്നെ ലീഡർഷിപ്പ് കൊടുത്ത് ഗേൾസ് ടീമാണെങ്കിലും എല്ലാം നടത്തി. അപ്പം ശരിക്കും ആ ടൗൺ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു അടിസ്ഥാനപരമായി എല്ലാ വീടുകളും കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കാൻ OIM-ൻ്റെ ടീമിനാണ് ശരിക്കും കഴിഞ്ഞത്. അതുപോലെ OIM-ൻ്റെ ടീം മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും പിന്നെ അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാനൊക്കെ പലപ്പോഴും എന്നെ വിളിക്കുകയും ഹൈദരാബാദിലേക്ക് എന്നെ വിളിക്കുകയും സെക്കൻഡറാബാദിലൊക്കെ ഞാൻ പോവുകയും അന്നത്തെ അവരുടെ ലീഡർഷിപ്പുമായിട്ട് എല്ലാവരുമായിട്ടും വളരെ ക്ലോസ് ആയിട്ട് വരുന്ന സമയത്താണ് ഡൂലോസ് വരുന്നത്. ഡൂലോസ് വന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു, നമുക്ക് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇവൻ IPC-യുടെ ജനറൽ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ ഞാൻ സമയം ഉണ്ടാക്കിത്തരാം. അപ്പോൾ അന്ന് നമുക്ക് ലീഡേഴ്സുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർക്ക് നല്ല ഒരു അത്ഭുതമായിരുന്നു ഇത്രയും വലിയൊരു കൺവെൻഷനൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞപ്പോൾ അവർ അത്രയും ഇതൊക്കെ അനുവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് സ്നേഹം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും സ്ട്രൈക്കായ എന്തെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, അതിന് ശേഷം ഞാൻ ഇവരോട് പറഞ്ഞു, OIM-ൻ്റെ ഷിപ്പിനകത്ത് ഞാൻ തന്നെ വന്നാലോ എന്ന് ചോദിച്ചു. ഓക്കെ, അവർക്ക് ശരിക്കും അങ്ങനൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞ് വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവർ എന്നെ പ്രോഗ്രാം റൂമിലേക്ക് മാറ്റി പ്രോഗ്രാമിൻ്റെ കാര്യത്തിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇവിടുത്തെ ഒരു നോർമൽ ഇതായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനവിടെ വർക്ക് ചെയ്യും. അന്ന് ഇൻ്റർനാഷണലായിട്ടുള്ള റിലേഷൻഷിപ്പെല്ലാം ഉണ്ടാവുകയും നാഷണൽ ലെവലിലുള്ള ലീഡർഷിപ്പിനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാനൊക്കെ കർത്താവ് സഹായിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ICPF-ആയിട്ടുള്ള ബന്ധം ഞാൻ വിട്ടിട്ടേ ഇല്ല. ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ICPF-ആയിട്ടുള്ള ബന്ധത്തിൽ ഞാൻ സ്റ്റഡി ഗ്രൂപ്പുകൾ തുടങ്ങി. പ്രെയർ ഗ്രൂപ്പുകളുണ്ട്. അതുകൂടാതെ ഡീപ്പറായിട്ട് ബൈബിള് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് പോയെന്നിരിക്കും, ഒരു ദിവസം കൊല്ലത്ത്, ഒരു ദിവസം റാന്നിയിൽ, ഒരു ദിവസം കോട്ടയത്ത്, ഒരു ദിവസം എറണാകുളത്ത്. ഇപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത് അത് ഡീപ്പർ ക്രിസ്ത്യാനിറ്റി പഠിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ മാത്രം ചേർത്തുകൊണ്ടാണ്, അല്ലാതെ വലിയ മീറ്റിങ്ങുകളല്ല ഉദ്ദേശിക്കുന്നത്. അത് ഇരുന്ന് സന്ധ്യയ്ക്ക് അവിടെ ചെല്ലുകയാണെങ്കിൽ വൈകിട്ടൊരു 6:30 തൊട്ട് ഒരു 8:30 വരെയോ 10:30 വരെയോ ഒക്കെ ഇങ്ങനെ ഡിസ്കഷനും, ചിലപ്പോൾ അതങ്ങനെ നീണ്ടുപോയെന്നിരിക്കും. കൊല്ലത്തൊക്കെ ICPF-ൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ആ ഏജ് നഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരായതുകൊണ്ട് ഇപ്പോൾ രാത്രി 11 ആയാലും
12 അവർക്ക് വിഷയമല്ല. അത് കഴിഞ്ഞ പോലെ വീടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റഡി ഗ്രൂപ്പുകളിൽ റാന്നിയിലുള്ള സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന പലരും എൻ്റെ കൂടെ ഇപ്പം മിഷണറിമാരായിട്ടുണ്ട്. അവരിൽ പലരും എറണാകുളത്തും എല്ലാം അങ്ങനെ ഒരു നല്ല റിലേഷൻ അന്നുണ്ടായിരുന്ന പലരും വളരെ ഡീപ്പറായിട്ട് നമ്മുടെ ഈ സ്റ്റഡി ഗ്രൂപ്പുകളിൽ വന്നെടുത്ത് ഇപ്പം ICPF ഈ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പം ഉദയ്പൂരിലെ ബൈബിൾ കോളേജിലെ ഫിന്നി ഫിലിപ്പ്, NDCയുടെ എല്ലായിടത്തും ലീഡർഷിപ്പിലുള്ള ആളുകളിൽ തന്നെ പലരും നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പുകളിലൂടെ വന്ന ആളുകളാണ്. തന്നെയല്ല, ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് ഞാനിപ്പോൾ ചെന്നാലും അന്നുണ്ടായിരുന്ന പല ആളുകളെയും കാണും. അവരിപ്പോഴും ഒരു ഡിഫറൻറ്റ് സ്പിരിച്വാലിറ്റി സൂക്ഷിക്കുന്നുണ്ട്, വ്യത്യസ്തമായ ഒരു ആത്മീയത അവർ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് സാറിൻ്റെ ഭാഷയും ശൈലിയും ജീവിത രീതികളൊക്കെ വളരെ ലളിതമാണ്. അത് ഞാൻ നിരവധി പ്രസംഗങ്ങൾ കേൾക്കുകയും പഠനങ്ങൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും എല്ലാം വളരെ ലളിതമായിട്ടാണ്. അതൊരു പക്ഷെങ്കിൽ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് പലപ്പോഴും ഞാൻ വ്യക്തിപരമായി ചിന്തിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമുക്കൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പം നമ്മളത് ഡീപ്പറായിട്ട് ഗഹനമായിട്ട് പഠിക്കും, പക്ഷേ അത് ലളിതമായിട്ട് പകർന്നു കൊടുക്കാൻ ഒരു കൃപ വേണം. അപ്പോൾ ഇന്ന് അനേക ദേവദാസന്മാരെന്ന് പറയുന്നതിനേക്കാളുപരി അനേക പ്രഗത്ഭന്മാരൊക്കെ ഇതൊക്കെ ഈ ലാളിത്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലളിതമായൊക്കെ മാറ്റി നിർത്തി പലരും പട്ടുപോയ സമയത്ത് കുടുംബജീവിതത്തെയും ഇത്രയും യാത്രകൾ ചെയ്യുമ്പോഴും കുടുംബജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്, അങ്ങനെയാണ് ലളിതമായിട്ടത് ചിന്തിക്കാൻ പറ്റുന്നതെന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മറ്റൊരാളാകാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല. മറ്റൊരാളാകാൻ എനിക്ക് ആഗ്രഹമില്ല. മറ്റൊരാളെ ഇപ്പം മറ്റൊരാൾക്ക് ഞാനാകാൻ പറ്റില്ല, എനിക്ക് മറ്റൊരാളാകാൻ പറ്റില്ല. ആകാൻ പറ്റില്ലെന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം. ആ ഒരു ബന്ധത്തിൽ അങ്ങ് ലളിതവൽക്കരിക്കുകയല്ല. ദിസ് ഈസ് വാട്ട് ഐ ആം. അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ട് എല്ലാം ആകുന്നതൊന്നുമല്ല. ദിസ് ഈസ് വാട്ട് ഐ ആം. അപ്പോൾ അത് ആ ദൈവബന്ധമാണ്. ആ ദൈവബന്ധം ഞാൻ സൂക്ഷിക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ മഹാകരുണയാൽ എനിക്ക് കിട്ടിയ കുടുംബവും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എല്ലാം ആ രീതിയിൽ അവരെൻ്റെ ഭാഗമാണ്. അപ്പോൾ അതായത് ഇതിനിടയ്ക്ക് വേറെ മതിലുകളില്ല എന്നുള്ളത് അവർക്കും അറിയാം. ഞാനും എൻ്റെ മക്കളും തമ്മിൽ യാതൊരു മതിലുകളുമില്ല. എൻ്റെ ഭാര്യയും ഞാനും തമ്മിൽ മതിലുകളില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ആദമും ഹവ്വയും ദൈവം സൃഷ്ടിച്ചു, അവർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നഗ്നരായിരുന്നു, നാണം തോന്നിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർക്ക് മറയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. നമുക്ക് മറയ്ക്കാനുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഡ്രസ്സ് ഇടുന്നത്, ഇല്ലേ? മറയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മറയ്ക്കാനൊന്നുമില്ല. ആദമും ഹവ്വയ്ക്കും തമ്മിൽ മറയ്ക്കാനൊന്നുമില്ലായിരുന്നു. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും തമ്മിൽ മറയ്ക്കാനൊന്നുമില്ല. എനിക്കും എൻ്റെ മക്കൾക്കും തമ്മിൽ മറയ്ക്കാനൊന്നുമില്ല. എനിക്കും എൻ്റെ മിഷണറിമാരും തമ്മിൽ മറയ്ക്കാനൊന്നുമില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 100 ചില്ലുവാനും മിഷണറിമാരുണ്ട്. അവർക്ക് കാണാൻ പറ്റാത്ത, കാണരുതാത്ത ഒന്നും എൻ്റെ മനസ്സിലോ ചിന്തയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ സൂക്ഷിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ ഒരു വലിയൊരു എന്തെങ്കിലും കാര്യം ചെയ്യാന്നുള്ളതല്ല. ദാറ്റ്സ് വാട്ട് ഐ ആം. ഞാൻ അങ്ങനെയാണ്. അതാണ് അത് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു സമൂഹത്തിൽ പലർക്കും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സബ്മിഷനും അങ്ങനത്തെ ഒരു ഹമ്പിളും അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ളൊരു ബോധ്യം ഇല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹമ്പിൾനെസ് കീപ്പ് ചെയ്തതുകൊണ്ട് എവിടെയെങ്കിലും റിജക്ഷൻസ് സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സമയത്ത്? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഒരു പാർഷ്യാലിറ്റി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാര്യം എനിക്ക് റിജക്ഷൻ എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴല്ലേ റിജക്ഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അങ്ങനെയില്ല. വാട്ട് ഐ ആം അത് കാര്യം ഇത് ആഫ്റ്റർ ഓൾ ഇത് ദൈവമാണല്ലോ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഞാൻ ഹമ്പിളായതുകൊണ്ടോ വലുതായതുകൊണ്ടോ ആളുകൾ എന്നെ സ്വീകരിക്കുകയോ എതിർക്കുകയോ എന്നൊന്നും ഞാനത് ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാലും
ഞാൻ തന്നെയാണ്. ഇപ്പം ആഫ്രിക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആഫ്രിക്കയിലോട്ട് ഇപ്പം നമ്മൾ ഒട്ടനവധി ദേവദാസന്മാർ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകരെയും സുവിശേഷമൊക്കെ നോക്കിയാൽ അവരെപ്പോഴും നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ പല പല സ്ഥലങ്ങൾ പറയുമ്പോൾ ആഫ്രിക്ക എന്നുള്ളൊരു മിഷൻ അല്ലെങ്കിൽ ജീസസ് മിഷൻ ആ ഒരു ആഫ്രിക്കയുടെ തലത്തിലേക്ക് എത്താൻ എങ്ങനെയായിരുന്നു പ്രചോദിതമായത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു ആ ഒരു വിഷൻ വന്നത്? ജീസസ് മിഷൻ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ തന്നെ നമുക്ക് 100 ചില്ലാനും മിഷണറിമാർ ഇന്ത്യയിലാണ് ഉള്ളത്. ആഫ്രിക്കയിൽ ഞങ്ങൾക്ക് മിഷണറിമാർ ആ രീതിയിൽ ഇല്ല. പക്ഷേ നമ്മൾ പഠിപ്പിച്ചു വിട്ട പല ആളുകൾ അവിടെ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ അവിടുത്തെ എക്സിസ്റ്റിംഗ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ ജീസസ് മിഷൻ്റെ ഒരു ഓർഗനൈസേഷൻ ഞാൻ അവിടെ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാനവിടെ 94-ലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെ ജീസസ് മിഷൻ തുടങ്ങുന്നത് 94-ലാണ്. ആഫ്രിക്കയിൽ ഇപ്പോൾ 15 വർഷമായിട്ട് ഞാൻ ആഫ്രിക്കയിലുണ്ട്. പക്ഷേ ആഫ്രിക്കയിൽ അങ്ങനെ തുടങ്ങിയെന്ന് പറയുന്നതിന് ദൈവം എന്നോട് ആഫ്രിക്കയ്ക്ക് പോകാൻ പറഞ്ഞു. ഞാൻ പോയി. ഞാനവിടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമായ ബൈബിളുകൾ, അവരുടെ ട്രാക്റ്റുകൾ, അവരുടെ എങ്ങനെയായിരുന്നു ആ വിഷൻ വന്നത്? എന്തെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശബ്ദമോ അല്ലെ എങ്ങനെയായിരുന്നു ആ ഒരു വിഷൻ വരാനുണ്ട്? ചിലപ്പം ദൈവം നമ്മളെ ഓരോ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാനൊക്കെ വിടുമല്ലോ. ഹിമാചലിലൊക്കെ പോയി ഞാനിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അതുപോലെ ഒരിക്കലും എന്നോട് ഒറീസായിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ശ്രീലങ്കയിലൊക്കെ ഞാൻ പോയി പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ പോയിട്ടുണ്ട്. ഒറീസായിൽ ഞാൻ ഇരുന്ന് 2 മാസം ഞാനവിടെ, നമ്മളുടെ തന്നെ ചർച്ചുണ്ട്. ആ ചർച്ചിൽ അത് പക്ഷേ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, നമ്മുടെ ഹോളിൽ ഇലക്ട്രിസിറ്റി ഇല്ല, ഫോണ് അവിടെ മൊബൈൽ ഫോൺ കിട്ടത്തില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്ന് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ആഫ്രിക്കയെക്കുറിച്ചുള്ള ഒരു ദർശനം കർത്താവ് എനിക്ക് തരുന്നത്. അങ്ങനെയാണ് ഞാൻ ആഫ്രിക്കയ്ക്ക് പോകുന്നത്. ഒരാളെ അറിയാൻ വയ്യാതെ പോകുന്നത്. ഇപ്പോൾ ആഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾ അപ്ഡേറ്റ്, ഇപ്പോഴത്തെ നിലവിലുള്ള ആഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ വിഷൻസ് എന്തൊക്കെയാണ്, ഇനിയും ദൈവം അനുവദിച്ചാൽ മുമ്പോട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇപ്പം ഏതൊക്കെ രീതിയിലാണ്? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത്, ഷുഡ് ഐ സ്റ്റാർട്ട് എ ന്യൂ ചർച്ച്? അങ്ങനെ കർത്താവ്, അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ആവശ്യത്തിന് ഇഷ്ടംപോലെ സഭകളുണ്ട്. ഈവൻ അസംബ്ലീസ് ഓഫ് ഗോഡിന് തന്നെ മൊസാംബിക്കിലെ 3500 സഭകളുണ്ട്. ഞാൻ മൊസാംബിക്കിലാണ് ആദ്യം പോകുന്നത്, പിന്നീടാണ് ടാൻസാനിയയ്ക്ക് പോകുന്നത്. ടാൻസാനിയയിൽ മോർ ദാൻ 9,000 ഓൾമോസ്റ്റ് 10,000 ചർച്ചസ് അസംബ്ലീസ് ഓഫ് ഗോഡ് മാത്രമുണ്ട്. അതുപോലെ മറ്റ് സഭകളുമുണ്ട്. അപ്പോൾ അത്രയും സഭകളുള്ളത് ഞാനൊരു സഭ തുടങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു എക്വിപ്പ് ദി എക്സിസ്റ്റിംഗ് ചർച്ച്. ഇപ്പോൾ ഉള്ള സഭയെ നീ ശക്തിപ്പെടുത്തുക, എക്വിപ്പ് ചെയ്യുക. അപ്പോൾ എക്വിപ്പ് ചെയ്യാൻ എങ്ങനെ പറ്റും? അവരെ ടീച്ച് ചെയ്യണം, അവർക്ക് ബൈബിൾ അറിയത്തില്ല. അപ്പോൾ അത് ആണ് ഞാനവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ല. ഞാൻ അവിടുത്തെ ബൈബിൾ സ്കൂളിലൊക്കെ പലപ്പോഴും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളായിട്ടൊരു ബൈബിൾ സ്കൂളൊന്നും തുടങ്ങിയില്ല. പക്ഷേ ഓരോ ഏറിയായി ചെന്നിട്ട് അവിടെയുള്ള പാസ്റ്റേഴ്സിന് 2-3 മാസം കൂടുമ്പം ചെന്ന് 3 ദിവസം 5 ദിവസം ഒക്കെ ക്ലാസ് എടുത്ത് പിന്നെയും ഒരു 4 മാസം കഴിയുമ്പോൾ പിന്നെയും അവിടെ ചെന്ന് അവരെ തന്നെ പഠിപ്പിച്ച് അങ്ങനെ ഓൾ ഓവർ ടാൻസാനിയ ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ പിന്നെ അതുപോലെ അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലായത് ഈ ഗ്രാമങ്ങളിലൊന്നും ബൈബിളുകൾ അവൈലബിൾ അല്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് നീ ബൈബിൾ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഗ്രാമങ്ങളിൽ ബൈബിളില്ലാത്തവർക്ക്, കാര്യം ബൈബിൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഒരു ചെറിയ പ്രൈസിന് വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വായിക്കത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പ്രൈസ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ച് അവിടെ ബൈബിളുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ലക്ഷക്കണക്കിന് ബൈബിള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ അവിടെയുള്ള സുവിശേഷകരെ അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനെ അവർ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അവരെ എക്വിപ്പ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രാക്റ്റ് കൊടുക്കുക. അപ്പോൾ അവർക്ക് ട്രാക്റ്റ് ഇല്ല. അപ്പം ദൈവനോട് പറഞ്ഞു നീ അവർക്ക് ട്രാക്റ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ അവരുടെ ഭാഷയിൽ ട്രാക്റ്റുകളും ചെറിയ ബുക്കുകളുമൊക്കെ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ട് എഴുതി അവരുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത്. മുമ്പ് മരിപ്പച്ചയുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതാൻ കഴിയും. അപ്പം ഇനിയും അധികം ചോദ്യങ്ങളായിട്ട് പോകുന്നില്ല. അതിൽ ഒരു ചെറിയൊരു കാര്യങ്ങളോട് ചോദിക്കാനായിട്ട് നിർത്താൻ ആഗ്രഹിക്കുക. ഇപ്പം ഞങ്ങളെപ്പോൾ എന്നെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് ഞങ്ങളൊക്കെ ഈ ആഫ്രിക്ക, ഇപ്പം നൈജീരിയ, ഉഗാണ്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ സാറിനെ പോലുള്ള ഒരാൾ, അതും ഞാൻ അങ്ങനെ പറയുന്നതല്ല, ഈ ഒരു ആരോഗ്യം
അല്ലെങ്കിൽ ഇത്രയും യാത്രകൾ ചെയ്ത് ഇങ്ങനൊരു വിഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ഭാഷ ഇതൊക്കെ നമ്മൾ നോക്കണം. ഭക്ഷണം ഇതൊക്കെ നമുക്കവിടെ ചെയ്യണതാണ്. ഇപ്പം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ കർത്താവ് എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത് ദൈവകൃപയുള്ളത് കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷേ എങ്കിലും എങ്ങനെയാണ് അവിടുത്തെ കൾച്ചർ അല്ലെങ്കിൽ അതിലൂടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് പൊരുത്തപ്പെട്ടു പറ്റുന്നത്? അപ്പോൾ അനേകർ ഇപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കും അത് നാളെ അങ്ങനെ ഒരു പ്രചോദനം അല്ലെങ്കിൽ എനിക്കും ഇന്നയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കണമെന്നൊരു ആഗ്രഹം ഉള്ളവരൊക്കെ ഒരു പക്ഷേ നമ്മളെ കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പം എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ? ഇപ്പം അവിടെ ഒരു മിഷൻ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ദൈവവചനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊന്ന് എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? എക്സിസ്റ്റിംഗ് ചർച്ചസിനെ എക്വിപ്പ് ചെയ്യാനാണല്ലോ കർത്താവ് എന്നോട് പറഞ്ഞത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, നമുക്കറിയാവുന്നതുപോലെ അവർ നന്നായിട്ട് പാട്ട് പാടുകയും നല്ല മനുഷ്യരാണ്, എല്ലാം ഉണ്ട്. പക്ഷേ സഭകളിൽ പോലും വേദപുസ്തകം പലർക്കും ഇല്ല. പാസ്റ്റേഴ്സ് ആണെങ്കിലും വേദപുസ്തകം പഠിപ്പിക്കുന്നൊന്നുമില്ല. വേദപുസ്തകത്തിൽ നിന്ന് അങ്ങനൊരു ഗഹനമായ പഠനമോ മറ്റുള്ള കാര്യങ്ങളോ ഉപദേശങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. അവർക്ക് വന്ന് പാട്ട് പാടും, പ്രാർത്ഥിക്കും, സിൻസിയറായിട്ട് പ്രാർത്ഥിക്കും, അതെല്ലാം ഉണ്ട്, ആത്മാർത്ഥതയൊക്കെ ഉണ്ട്. പക്ഷേ വചനത്തിൽ അവർ വേരൂന്നി വളരുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മൊറാലിറ്റിയൊക്കെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള മൊറാലിറ്റിയാണ്. അതിനകത്ത് തെറ്റോ ശരിയോ ഒന്നും അവർ കാണുന്നില്ല. ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യൂത്തിൻ്റെ മീറ്റിങ്ങിന് ഞാൻ ദാനിയേലിൻ്റെ പ്രവചനം വെച്ച് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സൂപ്രണ്ടിൻ്റെ വൈഫ്, പുള്ളിക്കാരി വളരെ കൃത്യമായിട്ട് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത്, ഇതാണ് വിശുദ്ധിയുടെ സന്ദേശം, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സന്ദേശം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾ വിവാഹിതരായ യുവാക്കൾ, യൂത്തിൻ്റെ മീറ്റിംഗ്, എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. അപ്പം 10 കപ്പിൾസ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അടുത്തത് ഇവർ പറഞ്ഞത്, ഒരു ട്രൈബൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സ്ഥലമാണ്, ഇതിനകത്ത് ഒഫീഷ്യലി വിവാഹം കഴിച്ചവർ മാത്രം നിന്നാൽ മതി, ബാക്കിയുള്ളവർ ഇരിക്കാൻ പറഞ്ഞു. 8 പേര് വീഴുന്നു, 2 പേര് മാത്രമേ ഉള്ളൂ. അതായത് ഒരു വിശ്വാസ സമൂഹത്തിലെ യങ്സ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ, അവരുടെ ലീഡേഴ്സിൻ്റെ ക്യാമ്പ് നടത്തിയിട്ട് അതിനകത്ത് ലിവിങ് ടുഗദർ, നമ്മളിപ്പം ലിവിങ് ടുഗദർ എന്നൊക്കെ പറയും, പക്ഷെ അത് അവരുടെ ട്രൈബൽ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഒരു കോമൺ കാര്യമാണ്. അവർ കല്യാണം കഴിക്കുന്ന 2 പിള്ളേരൊക്കെ ഉണ്ടായതിന് ശേഷമായിരിക്കും കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ചെയ്യരുത് എന്ന് അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ ഡിവോഴ്സിൻ്റെ കാര്യം ഇപ്പം, പക്ഷേ വേറെ കാര്യമുണ്ട്, അവരെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത്? നമ്മുടെ ഇടയ്ക്കും അത് കോമൺ ആയി വരുന്ന ഒരു കാര്യമാണ്. അതായത് ദൈവവചനം അവരെ അഭ്യസിപ്പിച്ച് യഥാർത്ഥ ആത്മീയത എന്താണെന്ന് പഠിപ്പിക്കുന്നതിൽ അതാണ് അവിടെ ചെയ്യേണ്ട ഏറ്റവും. അതായത് ഈസ്റ്റ് ആഫ്രിക്കയിലും സെൻട്രൽ ആഫ്രിക്കയിലും ഒക്കെയാണ് കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലങ്ങളിൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ആവശ്യം ദൈവവചന പഠനമാണ്. അല്ലാത്ത ക്രൂസൈഡൊക്കെ പലതും നടക്കുന്നുണ്ട്, പക്ഷേ അവിടെയൊന്നും പല ക്രൂസൈഡുകളിലും സുവിശേഷം പോലും പറയുന്നൊന്നുമില്ല. ഇങ്ങനെ രോഗസൗഖ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, പിന്നെ സമൃദ്ധി, അല്ലാതെ വേറെ ഒന്നുമില്ല. രക്ഷിക്കപ്പെടുക എന്നൊന്നും പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല അവർക്ക് അതിനെക്കുറിച്ച്. വീണ്ടും ജനനമൊന്നും അവർ കേട്ടിട്ടൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ടൊന്നുമില്ല. അപ്പം ഇപ്പം കറൻ്റ്ലി എങ്ങനെയുണ്ട് ആഫ്രിക്കയിൽ ഇപ്പോൾ ഉള്ള? ഇതൊക്കെ തന്നെയായ എല്ലായിടത്തും സ്റ്റേജ് നോർമലി കേപ്പബിളായി വരുന്നതേ ഉള്ളൂ ഇപ്പോഴും, സ്റ്റിൽ അത് തന്നെ. അതിപ്പോൾ ഉഗാണ്ടയിലും നൈജീരിയയിലും എല്ലായിടത്തും. പക്ഷേ നല്ല ആത്മാർത്ഥതയുള്ള വിശ്വാസികളുണ്ട്. പിന്നെ എല്ലായിടത്തും ചിലപ്പോൾ 1-2 സഭകൾ കാണും, വേദപുസ്തകം പഠിപ്പിക്കുന്നതായ സഭകൾ കാണും. ഇപ്പം ഞാൻ ട്രെയിൻ ചെയ്ത പലര് ചർച്ചസ് നടത്തുന്നുണ്ടല്ലോ. അപ്പം ഒരു ചർച്ചിൽ ഞാൻ കഴിഞ്ഞിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു 15-20 പേരേ ഉള്ളൂ. അപ്പോൾ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മിഷണറി, എൻ്റെ കൂട്ടുകാരെല്ലാം പറയും നിൻ്റെ സഭ വളരാത്തതിൻ്റെ കാരണം എന്താണെന്ന്. സഭയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ പാപം ചെയ്യരുത്, വിശുദ്ധ ജീവിതം വേണം, അതാണ് ആവശ്യം, ഒരു കല്യാണമേ കഴിക്കാവൂ, ഇതൊക്കെയാണ് നീ പഠിപ്പിക്കുന്നില്ല. അതൊക്കെ നീ എന്തിനാണ് നോക്കുന്നത്? മറ്റുള്ള അവരും പാസ്റ്റർമാരാണ്, നീ പറയുന്നവരും അതൊക്കെ നീ എന്തിനാണ് നോക്കുന്നത്? അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ. നീ അവരോട് പറ, നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിനക്ക് ദൈവം എല്ലാം തരും എന്ന് നീ പ്രസംഗിക്കുക. അങ്ങനെയാണ് നിൻ്റെ സഭയിൽ ആൾ വരുമെന്ന്.
ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ആഫ്രിക്ക വരെ പോകണ്ട, ഇന്നത്തെ കേരളത്തിലെ സമൂഹത്തിലും ഇങ്ങനെയുള്ള പോസ്പിരിറ്റീസിൻ്റെ പഠനങ്ങൾ, ഞാൻ പറയുന്നത് അങ്ങനെയല്ല, ചില പഠനങ്ങളൊക്കെ കുറച്ചുകൂടെ ഡീവിയേറ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അവിടെ മാത്രമല്ല, ഒരു പക്ഷെങ്കിൽ നമുക്ക് ഇവിടെയും ഇങ്ങനെയൊക്കെ ഉള്ളത് കാണാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷേ അതിൽ നിന്നൊക്കെ, അതാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്, അതിൽ നിന്നൊക്കെ സാറിനെ വ്യത്യസ്തനാക്കുന്നത് ആ ലളിതമായ പഠനമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സഭകൾക്കും സഭയിലുള്ള വിശ്വാസികൾക്കും എങ്ങനെയാണ് സാറിന് പറയാൻ കഴിയുന്നത്, നമ്മൾ എങ്ങനെ ആയിത്തീരണം, എന്ത് തീരണം എന്നുള്ളതാണ്? വചനമാണ് നമ്മളെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന് യാതൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് പാടില്ല. ആ വചനത്തിൽ പറയുന്നത് മാത്രമേ നമ്മൾ പഠിപ്പിക്കാവൂ, വേറെ ഒന്നും പഠിപ്പിക്കരുത്. എന്ന് തന്നെയല്ല, വിശ്വാസികളെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേൾക്കുന്ന പ്രസംഗമെല്ലാം കേട്ടേച്ച് വീട്ടിൽ പോയി അതങ്ങ് ധ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ബെരോവയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത്, അവർ വചനം കേട്ടു, പക്ഷേ വീട്ടിൽ ചെന്നിട്ട് ഭവനത്തിൽ ചെന്ന് അത് അങ്ങനെ തന്നെ ഒന്ന് തിരുവെഴുത്തുകളെ വെച്ച് പരിശോധന ചെയ്തെന്നുള്ളതാണ്, ഇല്ലേ? അപ്പോൾ ആരുടെ പ്രസംഗം ഇവർ പരിശോധന ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്? പൗലോസിൻ്റെ പ്രസംഗമാണ്. പൗലോസ് പ്രസംഗിച്ചിട്ട് വെട്ടി വിഴുങ്ങാൻ ഇവർ തയ്യാറല്ലായിരുന്നുവെങ്കിൽ ഇവിടെ കേൾക്കുന്ന ടി വിയിലെ പ്രസംഗവും ക്രൂസൈഡിലെ പ്രസംഗവും സഭകളിലെ പ്രസംഗവും നിങ്ങൾ വെട്ടി വിഴുങ്ങണ്ട. നിങ്ങളോട് തന്നെ ചോദിക്കണം, ഈസ് ഇറ്റ് ബിബ്ലിക്കൽ, വാട്ട് ദ സ്ക്രിപ്ചർ സെയ്സ് അബൌട്ട് ഇറ്റ്. അത് നോക്കിയിട്ടേ അക്സെപ്റ്റ് ചെയ്യാവൂ. അല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കണമെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനും നമ്മൾ തയ്യാറാകണം, അല്ലാത്തവരെ ഒഴിവാക്കണം. അതന്നെ. ഏറ്റവും ഒടുവിലായിട്ട് ഒരേ ഒരു ചോദ്യം കൂടെ മാത്രം. ഇനിയും മുമ്പോട്ടുള്ള നാളുകളിൽ കർത്താവ് എത്ര നാളുകൾ തരുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയത്തില്ല, അടുത്ത നിമിഷം നമുക്കുണ്ടല്ല. സാറിൻ്റെ ഒരു ആഗ്രഹം എന്താണ് ഇനിയും മുമ്പോട്ടുള്ള നാൾ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു പുതിയ വിഷൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരാഗ്രഹം മനസ്സിലുണ്ടോ? ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, ദൈവിക നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ആഫ്രിക്കയിലാണെങ്കിലും ഞാൻ ചെന്നു, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ചില ആളുകളെ എനിക്ക് നമുക്ക് എക്വിപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനില്ലാത്തപ്പോഴും അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഞാനില്ലാത്തപ്പോഴും ബൈബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്, ഞാനില്ലാത്തപ്പോഴും ട്രാക്റ്റുകൾ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, ഞാനില്ലാതെ തന്നെ അവിടെ ഇപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. അതുകൊണ്ടിപ്പം ഞാനിപ്പോൾ 1 മാസം പോകാൻ പറ്റിയില്ല, 2 മാസം പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാലും പ്രവർത്തനങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല, അറിയാൻ എനിക്ക് വലിയ നിർബന്ധമില്ല. കർത്താവ് പറയുന്ന കാര്യം ഞാൻ ചെയ്യും. ആഫ്രിക്കയിലെ പ്രവർത്തനം അവർ ചെയ്യട്ടെ, ഞാനതിനകത്ത് സംതൃപ്തനാണ്. ഇപ്പം എനിക്കിനി എത്ര നാളവിടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇനി ടാൻസാനിയയിലൊക്കെ വിസയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ മിഷണറി സ്റ്റാറ്റസിലുള്ള വിസ തന്നെ വേണം, അല്ലാതെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഉഗാണ്ടയിലൊക്കെ പറ്റും, നൈജീരിയയിലും ഉഗാണ്ടയിലും കെനിയയിലും ഒന്നും പ്രശ്നമില്ല. ടാൻസാനിയ കുറച്ചുകൂടെ സെക്യുലർ കൺട്രിയാണ്, അവർക്ക് ഫോറിനേഴ്സിനോട് അത്ര വലിയ താല്പര്യമുള്ള ഒരു രാജ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെയും അവരവിടെ ജോലി ചെയ്യാൻ ചെല്ലുന്നവരെന്നുള്ള നിലയിലാണ്. നമ്മളവരുടെ പൈസ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരുന്നില്ല, പക്ഷെ അവർ പറയുന്നത് ഇവിടെ ജോലിക്കാർ നിങ്ങൾ വന്ന് ഞങ്ങളുടെ നാട്ടുകാരുടെ പണിയെല്ലാം നിങ്ങൾ ചെയ്ത് കാശ് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഈ ഫോറിനേഴ്സിനോട് അവർക്ക് ഒരു വിയോജിപ്പുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കും അറിയില്ല ഇനി എത്ര നാൾ എൻ്റെ വിസ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരും എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ നാളെ പോകാൻ പറഞ്ഞാലും ഞാൻ ഹാപ്പിയാണ്. കാര്യം ഞാനവിടെ പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവം പറഞ്ഞതുകൊണ്ട്, പറഞ്ഞ സമയത്ത് ഞാനവിടെ പോയി, ഞാനത് ചെയ്തു. ഇന്ത്യയിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പം വേറൊരു രാജ്യത്ത് പോകാൻ പറഞ്ഞാലും ഞാൻ പോകും. ഇനി അതല്ല, നീ ഇവിടെ തന്നെ ബൈബിൾ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിന് ഞാൻ തയ്യാറാണ്. ഇന്ത്യയിലെ ഇത്രയും മിഷണറിമാരുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇത്രയും മിഷണറീസ് ഉണ്ട്, ഇഷ്ടംപോലെ സഭകളുണ്ട്. ഒരു മിഷണറിക്ക് തന്നെ 4ഉം 5ഉം സഭകളുള്ള പല മിഷണറിമാരുണ്ട്. അപ്പം അങ്ങനെ 100 കണക്കിന് സഭകൾ നമുക്ക് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ പോയി അവരെല്ലാം വചനം പഠിപ്പിക്കണ്ടേ? അപ്പം അതുകൊണ്ട് ഇനി അതാണെങ്കിൽ അത് ദൈവം പറയുന്നത് ചെയ്യുക, അത്രയേ ഉള്ളൂ. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് യുവതലമുറയ്ക്കും സഭകൾക്കും അടുത്ത മുമ്പോട്ടുള്ള അനേകർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ജീവിതത്തിൻ്റെ കുറച്ച് സമയത്തിൽ കുറച്ച് അനുഭവങ്ങളൊക്കെ ഞങ്ങളോട് പങ്കുവച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾ മാതൃകയാക്കേണ്ടത് തന്നെയാണ്, അത് മാതൃകയാക്കും. തുടർന്നും കർത്താവ് ധാരാളമായിട്ട് മുമ്പോട്ടുള്ള നാളുകൾ എത്ര കർത്താവ് ആയുസ്സ് തരുന്നിടത്തോളം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്ര നേരം ഞങ്ങളോട് സമയം ചെലവഴിച്ച സാറിനോടുള്ള പ്രത്യേക നന്ദി, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാക്കി തീർത്തതിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു.